2023 ഡിസംബർ 26 ഫരീദാബാദ് സഹായമെത്രാൻ അഭിമന്യമാർ ജോസ് പുത്തൻ വീട്ടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന പുത്തൻ കുർബാനയോടെ ഫാദർ ജോസ് തയ്യിൽ തന്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. ശ്രീ പൗലോച്ചൻ തയ്യിലിന്റെയും ശ്രീമതി റാണിയുടെയും 2 മക്കളിൽ ഇളയവനായി ജനിച്ച ഫാദർ ജോസ് തയ്യിൽ 2014 ജൂൺ 19 തന്റെ പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. തിരുവല്ലയിലെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പഠനം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു സമർപ്പണത്തിന്റെ വിളിയെ പിന്തുടരുവാൻ തീരുമാനിച്ചത്. ആന്ധ്രയിലെ ഗുഡ് ഷെപ്പേഴ്സ് സെമിനാരിയിലാണ് അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള ആദ്യഘട്ടത്തിന് തുടക്കമായത്. ആ പാതയിലൂടെ ചരിച്ച് 2016 മെയ് 11 നോവിഷ്യേറ്റിൽ മീനങ്ങാടിയിൽ വെച്ച് അദ്ദേഹം തന്റെ ഫസ്റ്റ് പ്രൊഫഷൻ പൂർത്തിയാക്കി. ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫി ആൻഡ് റീജിയണിൽ നിന്നും ഫിലോസഫിയിൽ അപഗഹം നേടിയ അദ്ദേഹത്തിന്റെ ബൗദ്ധിക യാത്ര കൂടുതൽ വിശാലതകളിലേക്ക് കടക്കുകയായിരുന്നു. തന്റെ ഫൈനൽ പ്രൊഫഷന് മുൻപായി പ്രാക്ടിക്കൽ ജീവിതത്തിന്റെ മുന്നൊരുക്കമായ ക്രിസ്തുനിവാസിൽ അദ്ദേഹം 1 വർഷത്തെ റീജൻസി പൂർത്തിയാക്കുകയും പിന്നീട് ഫോർമേഷന്റെ അവസാന ഭാഗമായി PIAയിൽ നിന്നും തന്റെ ദൈവശാസ്ത്ര പഠനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ യാത്ര അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഭൗതികമായ തലങ്ങളിൽ മാത്രമല്ല, ആർദ്രതയുടെ ഭാവങ്ങളിൽ കൂടിയുമാണ്. അദ്ദേഹത്തിന്റെ മെഡിസിനിലുള്ള പ്രാഗൽഭ്യം മൂലം അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന സെമിനാരിയൻസിന് ഒരിക്കൽ പോലും ആശുപത്രിയിൽ പോകേണ്ടി വന്നിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ പ്രിസ്ക്രിപ്ഷനുകളിൽ അദ്ദേഹം കുറിച്ചുകൊടുത്ത മരുന്നുകൾ അവരുടെ അസുഖം ഭേദമാക്കാൻ പര്യാപ്തമായിരുന്നു. അദ്ദേഹത്തിന്റെ ആഴമാർന്ന ധ്യാന ചിന്തകളും പ്രസംഗങ്ങളും അദ്ദേഹത്തെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കിയിരുന്നു. ദൈവവിളികൾ കുറഞ്ഞുവരുന്ന ഈ കാലഘട്ടത്തിൽ താൻ നേടിയ മെഡിക്കൽ ഡിഗ്രി കൊണ്ട് ഒരുപാട് സാധ്യതകൾ മുന്നിലുണ്ടായിട്ടും തന്റെ ദൈവവിളിയെ തിരിച്ചറിഞ്ഞ് വൈദിക ജീവിതത്തിലേക്ക് കടന്നുവന്ന ഫാദർ ജോസ് തയ്യിൽ യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം വളരെ ആഴമേറിയതാണ്. അദ്ദേഹത്തിന്റെ വൈദിക ജീവിതത്തിൽ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.